ഹായ് ഹൗ യു ഓൾ എല്ലാവർക്കും നികിത രമേശ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ആദ്യമായിട്ട് ഞാൻ ആക്ച്വലി HOP ഓർ MOH സ്റ്റാഫിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നഴ്സിംഗ് ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനലായിട്ടൊന്നും അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ ലൈഫിൽ നല്ല മൊമെന്റ്സ് ഇപ്പം എന്താ പറയുക, നമുക്ക് കുറേ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളും എല്ലാം കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കാറുണ്ട്, കുറേ വീഡിയോസ് എടുക്കാറുണ്ട്. അതെല്ലാം നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കും. നമ്മൾ എന്താ വിചാരിക്കുക, ആ ഫോൺ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ചില ടൈമുകളിൽ ഫോണ് അല്ലാണ്ട് തന്നെ കേടായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസ് ഒന്നും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില വീഡിയോസും ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിയമളുടെ ഹന്നമോളുടെയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ചുമ്മാ ഇട്ട്, ഞാൻ മുന്നേ മുതൽ ഒരു 5 years ബാക്ക് മുതൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് ഞാൻ ഇട്ട് വെക്കാറുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ആയിട്ട് അങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. അപ്പോൾ അത് ഇട്ടു. സ്വാഭാവികമായിട്ട് കുറച്ച് നാൾ ഒരു 4 years 5 years ഈ റീസെൻ്റ്ലി ആണ് ഞാൻ അതിൽ ഒന്നുകൂടെ ഇവരുടെ ചില മൊമെന്റ്സ് അതിലത്തേക്ക് അങ്ങ് വെക്കാമെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയാവുന്ന ഒരു സ്റ്റാഫ് തന്നെ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാൾ തന്നെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ആ കുട്ടി സംസാരിക്കുന്നത് MOH ആൻഡ് HOP സ്റ്റാഫിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്വാളിറ്റി കോർഡിനേറ്റർ ആയിട്ട് HR കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഓ മൈ ഗോഡ്, ചിലത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും റോങ് ഇൻഫർമേഷൻസ് നമ്മളുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പാടില്ല. കാരണം ആ കുട്ടി ഒരു വീഡിയോ ചെയ്തതിനെ കുറിച്ചിട്ടോ ആ യൂട്യൂബിനെ കുറിച്ച് വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ പറയുന്ന ആ കുട്ടിക്ക് തന്നെ അറിയത്തില്ല കാര്യങ്ങൾ എന്താണ്. അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ആ കാര്യത്തിനെ ആ കുട്ടി കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഞാൻ കുറേ കമൻസ് വായിക്കുകയും കണ്ടു. കാരണം ആ വീഡിയോയ്ക്ക് ഒരു 220 എങ്ങാണ്ട് വ്യൂസ് ഉണ്ട്. അതിൽ ചില ഇങ്ങോട്ട് സൗദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിരിക്കണം, പുതിയതായിട്ടുള്ള സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കണം. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചു അതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അതിൽ പറയുന്ന പല കാര്യങ്ങളും ഇപ്പം എനിക്കൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ അറിയില്ല എങ്കിൽ ഞാനത് സംസാരിക്കാൻ പാടില്ല. കാരണം നമുക്കറിയുന്ന ഇതൊരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടിടുമ്പോൾ അതിൽ പല ആൾക്കാരും കാണുന്നുണ്ട്. ഇപ്പോൾ ചാനൽ ക്ലിക്കായില്ല എന്ന് ഉണ്ടായാൽ പോലും ഇപ്പോൾ ഒരാളാണെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് നോക്കി, ഇവിടെ സൗദി അറേബ്യയിൽ റീസെൻ്റ്ലി ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന കുറച്ച് ചാനലൊക്കെ ഞാനിങ്ങനെ നോക്കി. അപ്പം ചില ആൾക്കാർ ഇപ്പം പല ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ക്ലസ്റ്റർ ആയതിനെ കുറിച്ചിട്ട് ഒരു റീസെൻ്റ്ലി 4 days ബാക്കാണോ 5 days ബാക്കാണോ ഒരു കൊച്ച് വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അതിൽ സാലറി ഡിഫറൻസ് വരുന്നുണ്ട്, അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, പല ആൾക്കാരും പല ഡ്രീംസും അവർ എന്താ പറയുക, പല ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ മൈൻഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതെല്ലാം തിങ്ക് ചെയ്ത് വെച്ചിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരിക്കാം അല്ലേ. അപ്പം ഒരാൾ സ്വപ്നം കാണുന്നത്, ആ സ്വപ്നത്തിനെ തല്ലിക്കെടുക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നീ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അത് നമ്മൾ ചെയ്യുന്നത് റോങ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് വേണമെങ്കിൽ അതിൽ കയറി വെച്ചിട്ട് കമൻറ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ജെന്യൂൻ ആയിട്ട് നിർണ്ണയിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, ആരെങ്കിലും പുതിയ ആൾക്കാർ നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അവരോട് സംസാരിക്കണം, അവരെന്തെങ്കിലും ചോദിച്ചതിന് അവരോട് റിപ്ലൈ ചെയ്യണം. അത് ചിന്തിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ പുതുതായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അത് ഞാൻ കുറേ വട്ടം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ചോദിച്ചു, ഇതെന്താണ് ഇവരിങ്ങനെ എല്ലാം റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, ഇത് തെറ്റല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്താ വിചാരിക്കുക.
അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണോന്നതിനെ കുറിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നൊന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സിസ്റ്ററിലോട് സംസാരിച്ചു. അപ്പോൾ സിസ്റ്ററിലായിരുന്നല്ലോ എന്നോട് പറഞ്ഞു അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയില്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ എന്ന് പറയാല്ലേ, ആ ഒരു യൂട്യൂബ് ഉണ്ട്, നിയാഹൻ അഡ്വഞ്ചേഴ്സ്. അപ്പൊ ഞാൻ അതിൽ കയറിയിട്ട് ആ കൊച്ചിന്റെ അത് കണ്ടിച്ചിട്ട് ഇൻസ്പയർഡ് ആയിട്ട് മീൻസ് എനിക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം, എങ്ങനെ അല്ല എന്നതിനെ കുറിച്ചിട്ട് മാറ്റി പറയണമെന്ന് ഞാൻ ചിന്തിച്ച് വെച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, എനിക്ക് പറഞ്ഞു കൊടുത്തുകൂടാ എന്ന രീതിയിൽ ഞാൻ അതിലൊരു ഷോർട്സും ഫാമിലി വിസയെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടു. അപ്പൊ അതിലെനിക്ക് കുറേ കമന്റ്സും കുറേ കാര്യങ്ങളും വരാൻ തുടങ്ങിയപ്പം ഞാനത് ഒരു പബ്ലിക് ചാനലാക്കിയിട്ടോ, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, മക്കൾസും അതൊരു ഫാമിലിയുടെ ചില മെമ്മറബിൾ മൊമെന്റ്സും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇടുന്നതിന് വേണ്ടിയിട്ട് വെച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടാമത് എൻ്റെതായ രീതിയിൽ എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് തന്നെ വെച്ചേച്ചിട്ട് നികിത രംജേഷ് എന്ന് വെച്ചേച്ചിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അതിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള, നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യസന്ധമായ രീതിയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് മാത്രമാണ് ഞാനിത് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം പല ആൾക്കാരും എനിക്കറിയാം ഒരു ചാനൽ ഭയങ്കര ക്ലിക്കായിട്ട് വന്നതിന് ശേഷമാണ് അടുത്ത ചാനലിലേക്ക് പോകുന്നത്. എൻ്റെ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ ചാനൽ പോയാൽ തന്നെ അറിയാം എൻ്റെ ചാനൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല കേട്ടോ. ഇതിലും അങ്ങനെയില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചില കാര്യങ്ങൾ തെറ്റായിട്ടുള്ളത് കാണുമ്പോൾ നമുക്കത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൽ തന്നെ എനിക്ക് കുറച്ച് ഫാമിലി വിസ റിലേറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഇട്ട സമയത്താണെങ്കിൽ പോലും കുറച്ച് ആൾക്കാർ അല്ലാത്ത ഇത് ചോദിച്ചിട്ടുണ്ടായി, വിസ ഹോൾഡിങ്ങിനെ കുറിച്ച് വെച്ചിട്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായി. വിസ ഹോൾഡിങ്, പിന്നെ ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് വെച്ചിട്ട്, ക്ലസ്റ്ററിന്റെ മാറ്റങ്ങളെ കുറിച്ച് വെച്ചിട്ട്, ഇവിടുത്തെ സാലറി ഡിഫറൻസിയേഷനെ കുറിച്ച് വെച്ചിട്ട്, ഇതെല്ലാം എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി മെയിലായിട്ട്. ഞാൻ ചിലർക്ക് എനിക്കങ്ങനെ അറിയില്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിപ്പം ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിരിക്കും, അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്പർ കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ മെയിൽ ID കൊടുത്തു. ചില ആൾക്കാർ മെയിൽ എനിക്ക് അയക്കാറുണ്ട്. അപ്പൊ എനിക്ക് അറിയാന്ന് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം കൊടുത്തു. പിന്നെ എന്നോടിപ്പം എനിക്ക് എൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ കൊടുക്കാവോ, ഒരാളിപ്പം കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുള്ള് റിപ്ലൈ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പം അവരിപ്പം റോങ് പേഴ്സൺ ആണോ നല്ല പേഴ്സൺ ആണോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് അറിയുന്നത് ഞാൻ പറഞ്ഞും കൊടുക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ മാത്രം അങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത്, അങ്ങനെ ചിന്തിക്കുന്ന ആളെ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കാവുന്ന രീതിയിൽ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വന്നിട്ടുള്ള കമൻസിനും ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പം അതിനുവേണ്ടി സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം മറന്നു പോകാൻ പാടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ആൻസർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലെറ്റ്സ് ആൻസർ ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഓർ കമൻസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വേണം എന്നുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ചില ആൾക്കാർ HOPയും MOHനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായി. അതിനെക്കുറിച്ചിട്ട് എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം. അതിന് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം മറന്നു പോകാൻ പാടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ആൻസർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലെറ്റ്സ് ആൻസർ ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഓർ കമൻസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വേണം എന്നുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ചില ആൾക്കാർ HOPയും MOHനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായി. അതിനെക്കുറിച്ചിട്ട് എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം. അതിനെക്കുറിച്ചുള്ള ഡിഫറൻസിയേഷനെ കുറിച്ച് വെച്ചിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് വെച്ചിട്ടും ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ടായി. രണ്ടാമത് മെയിനായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരുപാട് പേര് എന്നോടിപ്പം കമൻറ്റിലൂടെയും എൻ്റെ മെയിൽ ID ത്രൂവും എനിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലിപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെച്ചിട്ട് കുറേ ആൾക്കാർ വിസ വെയിറ്റിങ്ങിനാണ് നിൽക്കുന്നത്.
അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായി, നിങ്ങൾക്കൊന്ന് ചോദിക്കാവോ, ഞങ്ങളുടെ വിസ ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല എന്ന് ചോദിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് എൻ്റെ ഹോസ്പിറ്റൽ മാത്രമല്ല, സൗദി അറേബ്യയിലെ കുറച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ചൂസ് ചെയ്യും കുറച്ച് സൗദീസിനെ. അവർ ചൂസ് ചെയ്യുന്നത് നോൺ സൗദീസിനായിരിക്കില്ല, സൗദീസിനായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മെയിൽ നേഴ്സുമാരിൽ ചില ആൾക്കാർ, അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ നേഴ്സുമാരിൽ ചില ആൾക്കാർ നമ്മുടെ പല ഡിഫറെൻറ്റ് കൺട്രീസിൽ പോയി വെച്ചിട്ട് ഈ എംഒച്ച് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് പോയി ഇൻ്റർവ്യൂവിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന 2 സ്റ്റാഫുണ്ട്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ ആ ബ്രദേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പം ഇൻ്റർവ്യൂവിന് പോയതല്ലേ, എന്തുകൊണ്ടാണ് ഇപ്പം വിസ ഹോൾഡിങ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അവർക്ക് ഇതുവരായിട്ടും വിസ കിട്ടിയിട്ടില്ല എന്നാണ് പറയണേ, അതെന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഓഗസ്റ്റ് സമയത്ത് എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായി. കാരണം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു കറക്റ്റ്. കാരണം ആ സമയത്ത് എൻ്റെ ഒരു കൊളീഗായ ഒരു സ്റ്റാഫാണ്, ഇബ്രാഹിം എന്ന ബ്രദറാണ് നമ്മുടെ ഇന്ത്യയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായത്. അപ്പം പുള്ളി പറഞ്ഞു വിസ ഹോൾഡ് ഒന്നും ചെയ്തിട്ടില്ല ആരുടെയും. നമ്മുടെ ഹെൽത്ത് ഹോൾഡിംഗ് കമ്പനിയിലേക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. മിനിസ്ട്രി ആയിരുന്നു മുമ്പ്, മിനിസ്ട്രി തന്നെയാണ് ഇപ്പോഴും. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് ഈസി പ്രോസസ് വേയിൽ നടക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്ന് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്, നമുക്ക് ജോലി ഭാരം കൂടുതലാണ്, നമുക്ക് ഓഫീസിലേക്ക് പോകണം, നമ്മുടെ വീട്ടുകാര്യങ്ങളും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ജോലി സ്മൂത്ത് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ജോലി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ വീട്ടിലെ വർക്കേഴ്സിനെ വെക്കും, കിച്ചണിൽ ആളെ വെക്കും. അതുപോലെ തന്നെ മിനിസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പം 2034 ആണ് അവർ വിഷനായിട്ട്, 2030 ആണ് അവർ വിഷനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ, ചെയ്താലല്ലേ അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ മിനിസ്ട്രിയിലെ ഹോസ്പിറ്റലുകളെല്ലാം ഒരു ഹെൽത്ത് ഹോൾഡിംഗ് കമ്പനിയിലേക്ക് വിട്ടുകൊടുത്തു. അവർക്ക് ഇത്ര എമൗണ്ട് എന്ന രീതിയിലാണ് ഓരോരുത്തർ, ഇപ്പം നമ്മൾ എന്താ പറയുക, ഓരോ കമ്പനിക്കാർ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തില്ലേ, അതുപോലെ ഹെൽത്ത് ഹോൾഡിംഗ് കമ്പനി നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം ഏറ്റെടുത്തു. അപ്പം ഇത് 2024 നടന്നൊരു കാര്യമാണ്. പക്ഷേ അതായി വന്നപ്പോൾ ഒരു പ്രാബല്യത്തിൽ വന്നപ്പോൾ 2025 ആയി. അൻറ്റിൽ നൗ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കാര്യവും പെട്ടെന്ന് നമുക്ക് മൊത്തത്തിൽ മാറ്റിയെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, സൗദി അറേബ്യ എന്ന് പറയുന്നത് കുറേ റീജിയൻസ് ഉണ്ട്, കുറേ ഹോസ്പിറ്റലുകളുണ്ട്, കുറേ നാഷണാലിറ്റി ആൾക്കാരാണ് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. അതുപോലെ ഒരു നേഴ്സിംഗ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നടന്നു പോകുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പുതിയൊരു കമ്പനി വരുമ്പം അവരുടേതായ രീതിയിലേക്ക് മാറ്റുമ്പം കുറേ കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നേഴ്സുമാരെ തന്നെ എടുക്കുമ്പം, നേഴ്സുമാരായിരുന്നാലും ഡോക്ടേഴ്സ് ആയിരുന്നാലും ഇവർക്കെല്ലാം നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട്, നമ്മുടെ നേഴ്സസിന് വേണ്ടിയിട്ട് മൂവാരിത് എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. അതിലാണ് നമ്മുടെ വെക്കേഷൻ്റെ കാര്യങ്ങൾ, നമുക്ക് ലീവ് എത്രയുണ്ടെന്ന് നോക്കുന്നത്, പിന്നെ നമ്മുടെ സാലറി കാര്യങ്ങൾ, നമ്മുടെ സാലറി സ്ലിപ്പ് എടുക്കുന്നത്, നമ്മുടെ എന്താ പറയുക ഇവാലുവേഷൻ്റെ കാര്യങ്ങൾ, എല്ലാ വർഷവും ഇവാലുവേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് മൂവാരിത് എന്ന് പറയുന്നത്. അത് നമ്മുടെ നേഴ്സിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ ആ വക കാര്യങ്ങൾ അവർ മാറ്റി തുടങ്ങി. അതായത് അതിലാദ്യം മിനിസ്ട്രിയുടെ ലോഗോയും മിനിസ്ട്രിയുടെ കുറേ കാര്യങ്ങളെല്ലാം ആയിരുന്നു. അതിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് എല്ലാം ടിക്കറ്റ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഈ മൂവാരിത് ത്രൂ ആയിരുന്നു. അപ്പോൾ നമ്മുടെ 2025 ഫെബ്രുവരിയൊക്കെ ആയപ്പം പെട്ടെന്ന് നമ്മളെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഈ മൂവാരിതിൽ നിന്ന് ടിക്കറ്റ് റിക്വസ്റ്റ് കാണുന്നില്ല. വെക്കേഷൻ പോകുന്ന സമയത്താണല്ലോ നമ്മൾ ടിക്കറ്റ് റിക്വസ്റ്റ് തപ്പുന്നത്. അപ്പോൾ ടിക്കറ്റ് റിക്വസ്റ്റ് കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂവാരിതിൽ ടിക്കറ്റ് റിക്വസ്റ്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള വെക്കേഷൻ്റെ ആ കോൺട്രാക്ട് ചൂസ് ചെയ്ത് വെച്ചിട്ട്, ഇപ്പം ഇതെന്ന് പറയുമ്പം ഈ കോൺട്രാക്ട് 47 അല്ലേ, 47, 48 അല്ലെങ്കിൽ 48 to 49 നമുക്ക് ആ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു, ഇപ്പോൾ വെക്കേഷൻ പോകാൻ 46, 47 കോൺട്രാക്ട് ഉണ്ട്. ഞാൻ ഈ 46, 47 എന്ന് പറയുമ്പം 1446, അതായത് ഇവിടുത്തെ അറബിക് ഇയർ ആട്ടോ പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് പീരീഡിൽ, അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ 2025 ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ 24-25 വെക്കേഷൻ ഇപ്പം പോകുന്നവർ യൂസ് ചെയ്യുന്നത് 24-25 ടിക്കറ്റ് ആയിരിക്കും. പക്ഷെ അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരിക്കും, നമുക്കത് ഓൾറെഡി എടുക്കാം. അപ്പം നമ്മൾ എന്താ ഈ ഫ്യൂച്ചറിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് വെക്കുന്നവരുണ്ട്. പിന്നെ അത് ആ ടിക്കറ്റ് നമുക്ക് ഓപ്പൺ ടിക്കറ്റ് ആയിട്ട് ഇട്ട് വെച്ചേക്കാം, പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് നമ്മുടെ ഫാമിലീസിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഈ ടിക്കറ്റ് അവരുടെ പേരിലേക്ക് മാറ്റി ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ക്ലസ്റ്റർ വന്നപ്പം നമ്മുടെ മൂവാരിതിന് ഈ ടിക്കറ്റിൻ്റെ ഓപ്ഷൻ മാറ്റി.
ടിക്കറ്റിന്റെ ഓപ്ഷൻ മാറ്റി വെച്ചിട്ട് അവർ എത്തിമാദ് എന്ന് പറയുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യൂ. അത് ത്രൂ വഴി മാത്രമാണ് ടിക്കറ്റ് റിക്വസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ. ഇതില് നമ്മൾ എന്താ പറയാ, ബെനിഫിറ്റ്സും ഉണ്ട്, ബാഡ് തിങ്സും ഉണ്ട്. കാരണം മുമ്പ് നമ്മുടെ 3000 ത്രൂ ടിക്കറ്റ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫ്യൂച്ചറിലെ ഇയർ കോൺട്രാക്ട് ചൂസ് ചെയ്ത് വെച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ ഈ എത്തിമാദ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നപ്പം എത്തിമാദിൽ നമ്മുടെ റണ്ണിങ് കോൺട്രാക്ട് ഏതാണോ ഉള്ളത് ആ കോൺട്രാക്റ്റിലെ പേപ്പറും നമ്മുടെ പാസ്പോർട്ട്, ഇക്കാമ ഇതെല്ലാം വെച്ചിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ആ ടിക്കറ്റും നമുക്ക് 1 ഇയർ ആ ഒരു ഇതിലെ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിൽ അപ്പം നമുക്ക് എന്താ, ഫ്യൂച്ചർ വേറെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല നമുക്കപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, വെക്കേഷൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് നമ്മുടെ വകയും ഒരു ടിക്കറ്റ് മിനിസ്റ്റർ തരുന്ന ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷെ മുമ്പായിരിക്കുമ്പോൾ നമുക്കത് ഫ്യൂച്ചറിൽ ഒരു ടിക്കറ്റും കൂടി യൂസ് ചെയ്തിട്ട് ആ സ്പ്ലിറ്റ് വെക്കേഷൻ ആയിരുന്നു, അല്ല 2 ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പോകാമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എത്തിമാദ് ത്രൂ വളരെ ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പം സൗദി എയർലൈൻസ് തന്നെയായിരുന്നു ആദ്യം, സൗദി എയർലൈൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ടിക്കറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് മിനിസ്റ്റർ തരുന്ന ടിക്കറ്റ്. പക്ഷെ ഇപ്പം നമുക്ക് എത്തിഹാദും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ടിക്കറ്റ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതില് ഇത് എന്താ പറയാ, എത്തിമാദ് വന്നപ്പോഴത്തേക്കും ഒന്നുകൂടെ ഈസി ആയിട്ടൊന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഈസി ആണ്. എന്നിരുന്നാലും അതിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ആ കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തിമാദ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടുന്ന ആക്സസബിൾ ആയിട്ടുള്ള ഒരു ആപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഗുഡായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും, മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും സാലറിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയില്ലേ, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സാലറി റിലേറ്റഡ് ചെയ്ത കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളും ക്ലസ്റ്റർ എന്ന് കേട്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാം ഒരു റൂമേഴ്സ് വരുന്നു. അതായത് സാലറി വരുമ്പോൾ സാലറി അവർ ഡിഡക്റ്റ് ചെയ്യും, ഇത്ര പെർസെൻറ്റേജ് കിട്ടത്തുള്ളൂ. നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് 4110 റിയാലാണ്. അതിൽ നമ്മൾ നമ്മുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ച് വെച്ചിട്ട് 295 റിയാൽ ആഡ് ചെയ്ത് വെച്ചിട്ടാണ് കയറുന്നത്. അതായത് 4110 റിയാൽ പ്ലസ് നിങ്ങളുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, 1 ഇയർ ആണെങ്കിൽ 295, 2 ഇയർ ആണെങ്കിൽ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അതിനനുസരിച്ചുള്ള സാലറിയാണ് കിട്ടുക. അപ്പൊ ചിലര് പറഞ്ഞു ചില സ്ഥലങ്ങളിൽ സാലറി ഡിഡക്റ്റ് ആവുന്നുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എല്ലായിടവും എല്ലാവരും പ്രിഫർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എല്ലായിടവും എല്ലാവരും പ്രിഫർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ GNM കഴിഞ്ഞ് വരുന്നവര്, അവര് സൗദി കൗൺസില് ചിലർ എഴുതാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ആദ്യം വരുന്നവർക്ക് പോമെട്രിക് എക്സാം ഒന്നും ഇല്ല, അവർ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടുള്ളവരാണ്. അവർക്ക് ഡയറക്റ്റ് സൗദി കൗൺസിൽ കിട്ടുക ചെയ്തത്, പോമെട്രിക് എക്സാം എഴുതിയിട്ടല്ല കിട്ടുന്നത്. അപ്പം അവരുടെ സൗദി കൗൺസിൽ ടെക്നീഷ്യൻ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ ടെക്നീഷ്യൻ പരമായിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് എഫക്റ്റ് ചെയ്യുക. സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം പുതുതായിട്ട് വന്ന സ്റ്റാഫിന്, ഞാൻ ആ വീഡിയോ കണ്ടതിൽ കുട്ടി പറഞ്ഞത്, പുതുതായിട്ട് വന്ന സ്റ്റാഫിന് അവര് സാലറി 3500 എങ്ങാണ്ട് കണ്ടു എന്നാണ്. പക്ഷെ റീസെന്റ് ഇവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ടുള്ളതിലും നിങ്ങളുടെ അടുത്ത് എത്രയാണോ ആ ഇന്റർവ്യൂ സമയത്ത് പറയുന്നത്, ആ നിങ്ങൾക്ക് ജോബ് ഓഫറിൽ ലെറ്റർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഈ 4110 റിയാൽ തന്നെയാണ് സ്റ്റില് അൻഡിൽ നൗ മാറിയിട്ടില്ല. പിന്നെ അതുപോലെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് 295 ആഡ് ആവുന്നുണ്ട്. ഇതുപോലെ പിന്നെ ബെനിഫിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും ബെറ്റർ ബെനിഫിറ്റ്സ് ആണ്, മോർ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ക്ലസ്റ്റർ വരുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും ടോട്ടലി MOH HOP ഡിഫറൻസ് ഒന്നും വരത്തില്ല. MOHകാരും HOPയിലേക്ക് അവരെ കോൺട്രാക്ട് ട്രാൻസ്ഫർ ചെയ്യും, HOPക്കാരാക്കും. എല്ലാവരും HOPയുടെ അണ്ടറിലായിരിക്കും, ആരും MOH ആയിരിക്കില്ല. അങ്ങനെ കുറേ മാറ്റങ്ങൾ. അതുകൊണ്ട് പറഞ്ഞാൽ ഇത് പ്രോസസ്സിങ്ങിന് കുറേ ടൈം എടുക്കും. അപ്പൊ വിസ ഹോൾഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വിസ ഹോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവരടുത്ത് സംസാരിച്ചതിനനുസരിച്ച് വിസ ഹോൾഡിംഗ് എന്ന് പറയുന്നത് വിസ ഹോൾഡ് ചെയ്തിട്ടൊന്നുമില്ല. ഒരുപാട് കൺട്രിയിൽ പോയി വെച്ചിട്ട് ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. നൈജീരിയക്കാർ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്, കെനിയ, ഫിലിപ്പീൻസ്, ഗാന, പിന്നെ ഏതാ നമ്മുടെ ഇന്ത്യൻസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കൺട്രീസിൽ നിന്ന്. ഇപ്പൊ എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഗാന, ഫിലിപ്പീൻസ്, കെനിയ, നൈജീരിയ,
പിന്നെ നമ്മുടെ ഇന്ത്യൻസ്, ഇത്രയും കൺട്രീസിലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എല്ലാ കൺട്രികളിലും പോയി വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ കൺട്രികളിലും എല്ലാ മാസവും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഇന്ന ഡേറ്റിലാണ് നമ്മുടെ കൺട്രിയിലായിരുന്നാലും ഇന്റർവ്യൂ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, ആ ലിസ്റ്റിൽ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരെ അവർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു ഈ കമ്പനി വന്നപ്പോൾ കമ്പനി ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം ഹോസ്പിറ്റലുകളിലാണ് എത്ര സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത്, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ എത്ര സ്റ്റാഫിനെ വേണ്ടി വരുമെന്ന്. അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ റീസെന്റ് പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ അവര് ഇപ്പോൾ ഒരു പുതുതായിട്ട് എല്ലാ ഹോസ്പിറ്റലിലേക്കും ഒരു എക്സൽ ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം നേഴ്സ് ടു ബെഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സൽ ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സൽ ഷീറ്റിനനുസരിച്ചിട്ട് അത് ചുമ്മാതെ ആഡ് ചെയ്തേക്കുന്നതല്ല, അത് അവരുടെ ഈസി ആക്സസബിൾ തിങ്സ് ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ എക്സൽ ഷീറ്റ് എല്ലാ ഹോസ്പിറ്റലിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് അവർക്കൊരു കറക്റ്റ് ഡേറ്റ കിട്ടും, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും പേഷ്യന്റ് ഇത്രയും നേഴ്സാണുള്ളത്. അപ്പം അപ്പൊ ICUലൊക്കെ നോക്കുമ്പോൾ 1:1 ആണ് വരേണ്ടത്, ചിലത് 1:2 വരണം. ആ സ്ഥലത്ത് അപ്പൊ അവർക്ക് മനസ്സിലായി സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, ഇത്ര ആൾക്കാർ കുറവാണ് എന്ന് മനസ്സിലായി കഴിയുമ്പം ആ ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഇത്ര ആൾക്കാർ വേണം, ഇന്ന ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വേണ്ടതെന്ന രീതിയിൽ അവർ കാറ്റഗറൈസ് ചെയ്യണം. ആ കാറ്റഗറൈസ് ചെയ്യുന്നുള്ള ടൈം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വിസ അല്ലെങ്കിൽ ടിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് ഡിലേ ആകുന്നത്. അതായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരെയും, അത് മിനിസ്റ്റർ ഇപ്പം ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞവരെ ആരെയും ബ്ലോക്ക് മീൻസ് എന്താ പറയാ, വിസ ഹോൾഡ് ചെയ്ത് വെക്കുകയോ നിങ്ങൾക്ക് തരാണ്ടിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായിരുന്നാലും നിങ്ങളുടെ ടിക്കറ്റും നിങ്ങളുടെ വിസയും എല്ലാം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്കും ഇങ്ങോട്ട് വന്നിട്ട് ജോലി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ പരമായിട്ടുള്ള കുറച്ച് ഡിലേ കാര്യങ്ങളാണ്. അത് എല്ലാ കൺട്രിയിലും എല്ലാ ആൾക്കാരെയും നോക്കണമല്ലോ, അതിന്റെ ഒരു ഡിലേ ആയിട്ടാണ് ഇത് പോകുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലസ്റ്റർ വരുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സാലറി ഡിഫറൻസിയേഷനിൽ കുറവ് വരുമെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കേട്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതുവരെയായിട്ട് അണ്ടിൽ നൗ അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്റർവ്യൂ മീൻസ് മീറ്റിങ്ങിന്റെ സമയത്തായിരുന്നാലും ഞാൻ അവരുടെ അടുത്ത് J1 ക്ലസ്റ്ററിന്റെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴായിരുന്നാലും, J1 ക്ലസ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴായിരുന്നാലും സ്റ്റിൽ അണ്ടിൽ നൗ സാലറി കുറയ്ക്കുന്ന ഡിഡക്ഷനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഓരോ റൂമേഴ്സ് ഇറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. സാലറി ഇതുവരെയായിട്ട് ഡിഡക്റ്റഡ് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഈ പോമെട്രിക് എക്സാം എഴുതാത്തവർക്കാണ്. അതായത് കോൺട്രാക്ട് സ്റ്റില്ല് അല്ലെങ്കിൽ സൗദി കൗൺസിൽ സ്റ്റില്ല് ടെക്നീഷ്യനായിട്ട് നിൽക്കുന്നവർക്കാണ് പ്രോബ്ലം വരുന്നത്. സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോബ്ലം വരുന്നില്ല. പിന്നെ ഇതിൽ നിങ്ങൾ സാലറി ഒന്നുകൂടെ നിങ്ങൾക്ക്, പിന്നെ മെയിനായിട്ട് ഞാൻ ആ വീഡിയോയിൽ കണ്ടതിനനുസരിച്ച് പറയാട്ടോ. അതായത് മെയിനായിട്ട് ഇപ്പം സൗദിയിൽ മോർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്നില്ല. മോർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ചൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാ ഇയറും 295 റിയാൽ വെച്ചിട്ടാണ് ആഡ് ചെയ്തിട്ട് ഇത്ര എക്സ്പീരിയൻസിന്റെ സാലറി കൊടുക്കുന്നത്. അതൊരു മിനിമം ഇത്ര എമൗണ്ട് എന്ന രീതിയിലേക്ക്, അതായത് മാക്സിമം ഇത്രയാണ് സൗദി അലൗഡ് ചെയ്തിരിക്കുന്ന സാലറി. ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഹയസ്റ്റ് സാലറി എന്ന് പറയുമ്പോൾ 8,000 സാലറി ആട്ടോ ഹയസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അത്രയും എമൗണ്ട് ഇത്ര 10 years എക്സ്പീരിയൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ 8,000 റിയാലാണ് സാലറി. അപ്പോൾ ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും, അതുകൊണ്ടാണ് അതായത് 295 വെച്ചിട്ട് മൾട്ടിപ്ലൈ വെച്ചിട്ട് ഇത്ര ഇയർ, ഇപ്പൊ 12 വർഷം അത്രയും ഇയർ വരുന്നതിനനുസരിച്ചാണ് അവരൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ടൈറ്റ് എന്ന രീതിയിൽ ഹോൾഡ് ചെയ്തേക്കുന്നത്. മോർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാണ്ട് ഒരു 5 to 6, 7 ആ ഒരു ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ മോറായിട്ട് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും 10 വർഷം 11 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ സ്റ്റില് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റീസെന്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വന്നവരുണ്ട്. അവരുടെ എല്ലാം സാലറി ഒരു, ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം ഒരു 8,000 ആ രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ സ്പെഷ്യലിസ്റ്റുകാർക്ക് എല്ലാ വർഷവും കോൺട്രാക്ട്, കാരണം ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് 1 ഇയറിലേക്കാണ്. ആ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് വെച്ചിട്ട് എക്സ്ട്രാ ഇൻക്രിമെന്റ് എന്ന രീതിയിൽ 200 സംതിങ് റിയാൽ കയറുന്നുണ്ട്. ഓക്കെ, അതൊരു ബെറ്റർ ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൻസേറ്ററി ലീവ്, ഹജ്ജ്, റമദാൻ ഈ സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നത് മുമ്പ് മിനിസ്ട്രി നമുക്കതൊരു എന്താ പറയുക, അതിൽ നമ്മുടെ വെക്കേഷൻ പോകുന്ന സമയത്ത് ലീവ് ആഡ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് വെക്കേഷൻ്റെ കൂടെ ലീവ് ആയിട്ടാണ് തന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സൗദിയിൽ തന്നെ അത് ഓഫായിട്ട് എടുത്തേച്ച് നമുക്ക് അവിടെ ഇരിക്കാം, ഹോസ്റ്റലിൽ ഇരിക്കാം, അങ്ങനെയായിരുന്നു തന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾ
ഹജ്ജിന്റെ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹജ്ജിനുള്ള പൈസയും അതായത് റിയാല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു അതായത് മുന്നേ വരെ സൗദി MOH സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ സൗദി MOH ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഹജ്ജിന്റെ പൈസ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചില ഹോസ്പിറ്റലുകളിൽ നോൺ സൗദികൾക്കും കയറിയിട്ടുണ്ട്. അപ്പം പക്ഷെ നെക്സ്റ്റ് ഇയർ മുതൽ അതെല്ലാവർക്കും പ്രാബല്യത്തിൽ വരും. അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് ക്ലസ്റ്ററിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ടൈം ആണ്. നമ്മൾ എത്ര പേര് ജോലി കഴിഞ്ഞിട്ടും നമ്മൾ ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ചില ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുമ്പം ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നു. നമ്മളെ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നു. ഓവർ ടൈം ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മൾക്കൊരു എക്സ്ട്രാ അവേഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചില ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടായിരിക്കാം, ചില ഹോസ്പിറ്റലിൽ എക്സ്ട്രാ അവേഴ്സ് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ പ്രോബബ്ലി എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ അവേഴ്സ്. എത്ര കൂടുതൽ മണിക്കൂറാണ് നിങ്ങൾ നിൽക്കുന്നത് അത് നെക്സ്റ്റ് ഡേയോ അതിനല്ലെങ്കിൽ സ്റ്റാഫ് ഉള്ളതിനനുസരിച്ച് അവർ ഷെഡ്യൂൾ ചെയ്തിട്ട് എക്സ്ട്രാ അവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ ക്ലസ്റ്റർ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് ഈ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്തത് ഓവർ ടൈം വർക്ക് ചെയ്തതിൻ്റെ പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇത്ര മണിക്കൂറിന് ഇത്ര റിയാലെന്ന് വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു 2 hours ഒക്കെ വർക്ക് ചെയ്യുമ്പം നമ്മുടെ അത് ഓരോരുത്തരുടെ ബേസിക് സാലറിനനുസരിച്ചിട്ടാട്ടോ ഈ പൈസ ഈ റിയാലിൻ്റെ കണക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വെക്കേഷൻ ഇപ്പം നിങ്ങൾ വെക്കേഷൻ ചെയ്യുന്നില്ല, വെക്കേഷൻ വേണ്ട, നിങ്ങൾക്ക് ജോലി ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെക്കേഷൻ വേണം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫാമിലി ഇവിടെ ഉള്ളവർക്ക് എന്താ പറയുക, നമ്മൾക്ക് എപ്പോഴും നാട്ടിൽ പോകണമെന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് വെക്കേഷൻ എടുക്കാം. അപ്പം പകുതി വെക്കേഷൻ നമ്മൾ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓവർ ടൈം ചെയ്യേണ്ടി വരും. ഓവർ ടൈം ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മൾക്കൊരു എക്സ്ട്രാ അവേഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചില ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടായിരിക്കാം, ചില ഹോസ്പിറ്റലിൽ എക്സ്ട്രാ അവേഴ്സ് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ പ്രോബബ്ലി എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ അവേഴ്സ്. എത്ര കൂടുതൽ മണിക്കൂറാണ് നിങ്ങൾ നിൽക്കുന്നത് അത് നെക്സ്റ്റ് ഡേയോ അതിനല്ലെങ്കിൽ സ്റ്റാഫ് ഉള്ളതിനനുസരിച്ച് അവർ ഷെഡ്യൂൾ ചെയ്തിട്ട് എക്സ്ട്രാ അവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ ക്ലസ്റ്റർ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് ഈ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്തത് ഓവർ ടൈം വർക്ക് ചെയ്തതിൻ്റെ പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇത്ര മണിക്കൂറിന് ഇത്ര റിയാലെന്ന് വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു 2 hours ഒക്കെ വർക്ക് ചെയ്യുമ്പം നമ്മുടെ അത് ഓരോരുത്തരുടെ ബേസിക് സാലറിനനുസരിച്ചിട്ടാട്ടോ ഈ പൈസ ഈ റിയാലിൻ്റെ കണക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വെക്കേഷൻ ഇപ്പം നിങ്ങൾ വെക്കേഷൻ ചെയ്യുന്നില്ല, വെക്കേഷൻ വേണ്ട, നിങ്ങൾക്ക് ജോലി ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെക്കേഷൻ വേണം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫാമിലി ഇവിടെ ഉള്ളവർക്ക് എന്താ പറയുക, നമ്മൾക്ക് എപ്പോഴും നാട്ടിൽ പോകണമെന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് വെക്കേഷൻ എടുക്കാം. അപ്പം പകുതി വെക്കേഷൻ നമുക്ക് ഇവിടെ ജോലി ചെയ്ത് വെച്ചിട്ട് പകുതി വെക്കേഷൻ മാത്രം എടുത്തിട്ട് നാട്ടിൽ പോകാവുന്നതാണ്. അങ്ങനെയുള്ളവർക്കും എന്താ പറയുക, ഇപ്പം നമ്മുടെ വെക്കേഷൻ്റെ സമയത്ത് നമ്മളിവിടെ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ സാലറി കിട്ടും. അതും നമ്മുടെ ഒരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ല ഡബിൾ സാലറി എന്ന് നമുക്ക് ആ മാസത്തെ സാലറിയും കിട്ടും. കാരണം നമ്മുടെ വെക്കേഷൻ ഡേയ്സ് ആണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എത്രയാണോ നമുക്ക് സാലറി കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഡബിളായിട്ട് നമുക്ക് ആ മാസം മേടിക്കുകയും ചെയ്യാം. അങ്ങനെ അതൊരു ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഏറ്റവും ഇത് ഫാമിലീസിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം പുറത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ, പുറത്ത് താമസിക്കാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പം അണ്ടിൽ നൗ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക്. ചില സ്ഥലങ്ങളിൽ ചില ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് എന്താ പറയുക റെസിഡൻസ് അലവൻസും കിട്ടുന്നത്. ഇതിപ്പം ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് മാത്രമെന്ന് പറയുമ്പം റിയാദ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസും റെസിഡൻസ് അലവൻസും ഓൾറെഡി സ്റ്റാർട്ടായി. കാരണം റിയാദ് ക്യാപിറ്റൽ ഓഫ് സിറ്റി ആണല്ലോ സൗദി അറേബ്യയുടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ മാറ്റങ്ങളും പെട്ടെന്ന് വരുന്നത്, ക്ലസ്റ്ററിൻ്റെ എല്ലാ മാറ്റങ്ങളും പെട്ടെന്ന് വരുന്നത് റിയാദിലായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഹോസ്പിറ്റലിലേക്കാട്ടോ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടൊക്കെ ഇതെല്ലാം ഒന്ന് ആയി വരുന്നത്. പക്ഷെ പ്രോബബ്ലി എല്ലാം ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നു നെക്സ്റ്റ് ഇയർ എല്ലാം ശരിയാകും. അപ്പം നെക്സ്റ്റ് ഇയർ റെസിഡൻസ് അലവൻസും നമുക്ക് കിട്ടും. നമ്മുടെ സാലറിയുടെ 10 to 15% എങ്ങാണ്ടാണ് നമുക്ക് അക്കോമഡേഷൻ്റെ അലവൻസ് കിട്ടുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് റിയാദിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ട്രാൻസ്പോർട്ടേഷൻ അലവൻസും റെസിഡൻസ് അലവൻസും കൂടി കൂട്ടിയിട്ട് ഒരു 2000 റിയാലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അത് തന്നെ നമ്മുടെ ചിലവും കാര്യങ്ങളും വീടും എല്ലാം കൂടി അയച്ചിട്ട് അതിൽ കടന്നു പോകും. അപ്പോൾ അതൊരു ബെറ്റർ ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതൊരു ക്ലസ്റ്ററിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്സ് തന്നെയാട്ടോ. പിന്നെ എന്താ പറയുക,
യൂണിഫോമിൽ പല ഹോസ്പിറ്റലുകളിലും യൂണിഫോം അണ്ടിൽ നൗ സ്ക്രബിലേക്ക് മാറാത്തവരുണ്ട്, വൈറ്റ് തന്നെ ഇടുന്നവരുണ്ട്. അപ്പോൾ മിനിസ്ട്രിയുടെ യൂണിഫോം എന്ന് പറയുമ്പോൾ വൈറ്റ് തന്നെയായിരുന്നു, ഒരു എംബ്ലം വന്ന് വെച്ചിട്ട് വൈറ്റ് അത് തന്നെയായിരുന്നു. പക്ഷേ ചില ഹോസ്പിറ്റലിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ക്ലസ്റ്ററിൻ്റെ യൂണിഫോമിൻ്റെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചില മാറ്റങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ടൈം നമുക്ക് ക്യാഷ് കിട്ടുന്നു. പിന്നെ എന്താ പറയുക, സാലറി ആയിരുന്നാലും നല്ലതാണ്. പിന്നെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ക്ലസ്റ്ററിൻ്റെ ആട്ടോ. ക്ലസ്റ്ററിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിലും പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് വർക്കിംഗ് അവേഴ്സിലാണ് മാറ്റം ഉണ്ടായത്. ആദ്യമൊക്കെ മുമ്പെല്ലാം നമ്മളെ വർക്ക് ചെയ്യുമ്പം നൈറ്റ് കഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഓഫ് മാത്രമാണ് ചില ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ഡേ ഷിഫ്റ്റുകാർക്ക് ആ ഒരു ഡേ ഓഫ് മാത്രം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആ നൈറ്റ് ഓഫ് മാത്രമാണ് ഒരു ഓഫായിട്ട് വന്നിട്ടുള്ളത്. ഒരു മാസമെല്ലാം ഒരു 27-26 ഡേയ്സ് വർക്ക് ചെയ്തവരുണ്ട്. ഓക്കെ, അപ്പോൾ മിനിസ്ട്രിയിൽ നിന്ന് ക്ലസ്റ്ററിലേക്ക് മാറിയപ്പം അവർ കൂടുതൽ എല്ലാ ഹോസ്പിറ്റലും, ഉള്ളിലോട്ടുള്ള ഹോസ്പിറ്റലാണ് എല്ലാ ഹോസ്പിറ്റലും അവർ കൂടുതൽ ഒബ്സർവ് ചെയ്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എത്ര അവേഴ്സാണ് ചെയ്യുന്നത്, അതിനെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നു. അതിൻ്റെ ഇതയച്ചിട്ട് ഒരു സ്റ്റാഫ് ഇത്ര അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാനുള്ളൂ എന്നുള്ള ഒരു രീതി കൊണ്ടുവന്നു. അതായത് ഒരു മാസത്തിൽ 24 to 25 ഡേയ്സ് മാത്രമേ വർക്ക് ചെയ്യാവൂ. അവേഴ്സ് കണക്കാക്കുമ്പോഴത്തേക്കും 220 അവേഴ്സ് മാത്രമാണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അതിനനുസരിച്ചുള്ള ബാക്കി എല്ലാ ഇതും അവർക്ക് ഓഫായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പം 12 അവേഴ്സ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് 220 അവേഴ്സ്, അതിപ്പോൾ ഓൺ കോൾ വരുന്നിടത്ത് ഓൺ കോൾ എത്ര മണിക്കൂറാണെന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ 220 അവേഴ്സാണ് സ്റ്റാഫിൻ്റെ വർക്കിംഗ് അവേഴ്സ്. പിന്നെ ബാക്കി അവരുടെ ഓഫ് എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ 12 അവേഴ്സ് ഡ്യൂട്ടിയുടെ ഇതായിട്ട് സ്റ്റാഫിന് 17 ഡേയ്സ് ഡ്യൂട്ടിയും 17 ഡേയ്സ് ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ഡ്യൂട്ടി അല്ല കേട്ടോ, 2 ഡേയ്സ് ഡ്യൂട്ടി 2 ഓഫ്, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഷെഡ്യൂൾ ഇടുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാറ്റാവുന്നതാണ്. അങ്ങനെ 17 ഡേയ്സ് ഡ്യൂട്ടിയും ബാക്കി മന്തിലെ ബാക്കി ഡേയ്സിനനുസരിച്ചുള്ള ബാക്കി ഓഫ് ആയിട്ടാണ് ആ മന്ത് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് എല്ലാവരും നോക്കുന്നത് സാലറിയുടേതാണ്. അപ്പോൾ സാലറിയും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടാണ് വന്നത്. ഓവർ ടൈമിലും ക്യാഷ് കയറുന്നതും ഒരു നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളായിരുന്നാലും എത്തിമാർ ത്രൂ പോകുന്നതും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, വിസ ഹോൾഡിംഗ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വിസയും ടിക്കറ്റും എല്ലാവരും നിങ്ങളെ തേടി വരും, എല്ലാം നിങ്ങളെ തേടി വരും, എല്ലാം കറക്റ്റ് സമയത്ത് നടക്കും. അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ട, എല്ലാം സഹായിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയുക, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. See you in my next video. Bye.